ഹലോ സുഹൃത്തുക്കളെ, കർഷകർ എന്ന നിലയിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണയായിട്ട് നമ്മളെല്ലാം വളം കലക്കുന്നുണ്ട്. ഏലത്തിനും മറ്റ് കൃഷികൾക്കെല്ലാം നമ്മൾ വളം കലക്കി ഒഴിക്കുന്നതാണല്ലോ ഫലപ്രദം. അപ്പോൾ അതുകൊണ്ട് 200 ലിറ്ററിൻ്റെ ബാരലിൽ 500ൻ്റെ 1000ൻ്റെ ഒക്കെ ബാരലായിട്ട് ആളുകൾ കലക്കും. വളം കലക്കി കഴിഞ്ഞാൽ ആ വളം ഇളക്കിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും തൂമ്പ ഉപയോഗിച്ച് ഒരാളെ നിർത്തി, അല്ലെങ്കിൽ കമ്പ് ഉപയോഗിച്ച് ആളെ നിർത്തി അവരാണത് ഇളക്കി വെക്കുന്നത്. അപ്പോൾ ഒരാളുടെ എക്സ്ട്രാ പണിയോടെ വരിക ചെയ്യുന്നത്. അതിനൊരു പരിഹാരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ പരിഹാരം എന്ന നിലയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു മോട്ടർ ഉപയോഗിച്ച് ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇതിന് കരണ്ട് വേണം. പക്ഷേ ഇത് കരണ്ടും വേണ്ട, അല്ലാത്തുള്ളൊരു പ്രയോഗമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, ഒരു ബാരലാണുള്ളതേ. പിന്നെ അത് സങ്കല്പിക്കുക, ഇതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പം നമ്മൾ ആ വെള്ളം കളി കഴിക്കുമ്പോൾ കുമ്മായോ അതുപോലുള്ള വളങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടിയിലടിയും അല്ലേ. അതുപോലെ ബോഡമസും കലക്കുവാണെങ്കിലും പെട്ടെന്ന് അടിയിലടിയും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ തൂമ്പായിട്ട് ഇളകും. അതിൻ്റെ പരിഹാരമാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് വീഡിയോ ശ്രദ്ധിക്കുക. കണക്കാ പിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ സിമ്പിൾ മെക്കാനിസം ഉള്ളൂ. സാധാരണയായിട്ട് 2 ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, മറ്റൊന്ന് വെറുതെ കിടക്കുക. സാധാരണ നമ്മൾ പൂട്ടി വെക്കുക ചെയ്യാറില്ല. പക്ഷേ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ നിന്ന് വേറെ കണക്ഷൻ കൊടുക്കുക. ഇതേ നിന്ന് വേറെ ഒരു 5 അടി നീളത്തിൽ, അതായത് നമ്മൾ എവിടെയാണ് മോട്ടർ വെക്കുന്നത് ആ മോട്ടറിൽ നിന്ന് അടുത്ത നമ്മുടെ ആ വളം കലക്കി വെച്ചിരിക്കുന്ന ആ ഡ്രമ്മിലേക്കുള്ള ഒരു ദൂരത്തിൽ നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുക. അതിൻ്റെ അറ്റത്ത് തോട്ടി സെറ്റ് ചെയ്യുക. ഇതുപോലെ തോട്ടി നമ്മൾ ആ ഓസിൻ്റെ അറ്റത്ത് സെറ്റ് ചെയ്യണമല്ലോ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇടുക റിട്ടേൺ. അപ്പോൾ ഇതിനകത്തൊരു 2 ഓസ് ഉള്ളതുകൊണ്ട് ഇതിനകത്രയും വെള്ളം വരുമല്ലോ ശക്തമായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തലങ്കുത്തി ഇട്ട് കഴിയുമ്പോൾ ഇത് അടി കുത്തി നിന്നിട്ട് നമുക്ക് ഫോഴ്സ് കിട്ടില്ല. അപ്പോൾ ഒരു കമ്പ് എടുത്തിട്ട് ആ കമ്പ് അതിൽ ഇത് കെട്ടി വെക്കണം. ഇത്തിരി ഹൈറ്റിൽ നിന്ന്, അതിൻ്റെ ഏറ്റവും അടിയിൽ മുട്ടാത്ത വിധത്തിൽ അവിടെ നിന്ന് ഒരു 1/2 അടി ഹൈറ്റിൽ ഒരു കമ്പിൽ ഇത് കെട്ടി വെച്ചിട്ട് ഈ തോട്ടി ഇതിനകത്ത് ഇട്ടേക്കുക. മറ്റേ ഓസിൽ കൂടെ നമ്മൾ സാധാരണ തോട്ടി ഉപയോഗിച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ആളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ 2 ഓസിൽ കൂടെയും വെള്ളം വരുന്നതുകൊണ്ട് ഈ ഇത് വരുന്ന വെള്ളം ഇതിനകത്ത് വന്ന് അത് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ വേറൊരു കറണ്ട് മോട്ടർ ഉപയോഗിച്ചിനകത്ത് ഇളക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരാൾ സെപ്പറേറ്റ് തൂമ്പ എടുത്ത് ഉപയോഗിക്കാൻ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇതുപോലെ 2 ഓസിട്ട് അടിക്കാവുന്ന പമ്പാണെങ്കിൽ ഒറ്റയാൾക്ക് തന്നെ ഇളക്കാനും കഴിയും, അതോടൊപ്പം തന്നെ മരുന്നടിക്കാനും പറ്റും. അപ്പോൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഒരു പഴയ തോട്ടി, ഇതുപോലൊരു പഴയ തോട്ടി എടുത്തിട്ട് അതെല്ലാം ഓസ് കണക്ട് ചെയ്യുക. ഇവിടും വരെയുള്ള നീളത്തിൽ ഓസ് കണക്ട് ചെയ്യുക. ഇത് ഒരു കമ്പിൽ കെട്ടി വെക്കുക. ഏറ്റവും അടിയിൽ മുട്ടാതെ 1 അടി പൊക്കത്തിൽ അത് സെറ്റ് ചെയ്യുക. കമ്പിൽ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുക, അതിൻ്റെ ഇത് കിട്ടേക്കുക, ഇങ്ങനെ ഓണാക്കി. അപ്പോൾ ഇതിനകത്ത് വെള്ളം ശക്തമായിട്ട് ഫോഴ്സിൽ അങ്ങോട്ട് വരുമ്പോൾ ഇതിനകത്ത് വെള്ളം ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ ഓസിലൂടെ അടിക്കുകയും ചെയ്യാം. അപ്പോൾ ഒറ്റാളും കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ഇത് വളരെ പ്രയോജനപ്രദമായൊരു ടിപ്സായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.